എന്തിനെന്റെ രണ്ടാം ഭാഗം ഇറക്കി നശിപ്പിച്ച ശങ്കർ അണ്ണൻ ഇനി ഏത് സിനിമയുടെ രണ്ടാം ഭാഗം ഇറക്കി നശിപ്പിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അണ്ണൻ പണ്ട് പടച്ചു വിട്ട ഇന്ത്യനൊന്നും കൂടെ കാണുന്നത്. എന്നാൽ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അണ്ണൻ അതിനെ എഴുതി നശിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ എഴുതി നാശമാക്കിയിട്ട് അണ്ണൻ ആ പടം അങ്ങ് ഇറക്കി. നല്ല കൂതറ ടൈറ്റിൽ ഇതിന്റെ ആനിമേഷനും പരിപാടിയും കാണായിരുന്നു. അപ്പൊ സിനിമയിലേക്ക് വരാം. അറിയാലോ, ശങ്കർ പടമാവുമ്പോൾ അഴിമതിയും ലഞ്ചവും ഇന്ത്യനും മുതൽവനും അന്യനും മാറി മാറി വന്ന് നന്നാക്കാൻ ശ്രമിച്ചിട്ടും തമിഴ്നാട്ടിന് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ലഞ്ചവും അഴിമതിക്കുമെതിരെ പോരാടാൻ അവിടുത്തെ ചെറുപ്പക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവർ നാട്ടിൽ നടക്കുന്ന അഴിമതിയൊക്കെ വീഡിയോസ് ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഓരോ കാശും പാവങ്ങൾക്ക് കൊടുക്കാതെ സ്വന്തമായി പുട്ടടിച്ച് ജീവിക്കുന്ന നല്ല രാജ്യസ്നേഹമുള്ള ചെറുപ്പക്കാരാണിവർ. അവർ ഒരു വീഡിയോ ഇട്ടാൽ മാത്രം മതി, മിസ്റ്റർ ബീസ്റ്റിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അവരുടെ സബ്സ്ക്രൈബ് ബട്ടൺ നാട്ടുകാർ അടിച്ചു പൊട്ടിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ചിത്ര പറവിന്ദന്റെ മുമ്പിൽ വെച്ച് ലഞ്ചത്തിന്റെ പ്രഷർ താങ്ങാൻ വയ്യാതെ ഒരു കുട്ടി ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്നും എടുത്ത് ചാടുന്നത്. അപ്പൊ ചിത്ര ചേച്ചി വന്നിട്ട് പട്ടി ഷോ ഇറക്കും. നീ അറിയാ ചിത്ര അരവിന്ദൻ സോഷ്യൽ മീഡിയ. കോപം കൊണ്ട് ജ്വലിച്ച ചിത്ര അരവിന്ദൻ നേരെ അവരുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് അന്ന് നടന്ന സംഭവം കണ്ടന്റ് ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് റീച്ച് ഉണ്ടാക്കി കാശ് വാരും. ആൻഡ് ഇന്ത്യൻ താത്ത ബി ലൈക്ക്. ഇങ്ങനത്തെ വാണങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ 96-ൽ എന്റെ മകനെ വരെ ഞാൻ കുത്തിക്കൊന്നത്. വീഡിയോ നമ്പർ 1 ട്രെൻഡിങ്ങിലായ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് അവർ അറിയുന്നത് ആ ചാടിയ പെൺകുട്ടി മരിച്ചുപോയെന്ന്. ശവത്തിനെ പോലും വെറുതെ വിടാതെ അടുത്ത കണ്ടന്റ് ഉണ്ടാക്കി അടുത്ത മാസത്തേക്കുള്ള അരി മേടിക്കാൻ ആ ശവത്തിനെയും കൊണ്ട് അവർ നടു റോഡിലിരുന്ന് സമരം ചെയ്യും. അപ്പോഴേക്കും പോലീസുകാർ വന്ന് എല്ലാത്തിനെയും ചന്നം പിന്നം അടിച്ചോട്ടിക്കും. അടി കൊണ്ട് ചന്തി കീറിയ അവർ ഇനി അഴിമതിയൊന്നും അവരെ കൊണ്ട് കൂട്ടിയേ കൂടൂല. അടി ഷെയറിട്ട് വാങ്ങാൻ ഗ്യാങ്ങിൽ പുതിയ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കും. അങ്ങനെയാണ് 10-28 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യൻ താത്തയെ അവർ ഓർക്കുന്നത്. അടി ഷെയർ ചെയ്യാൻ 110 വയസ്സുള്ള കിളവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചിത്ര പറവിന്ദൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഹാഷ്ടാഗ് അങ്ങിടും, കം ബാക്ക് ഇന്ത്യൻ എന്ന്. ഇവരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർ എന്ത് ഹാഷ്ടാഗ് ഇട്ടാലും അപ്പോ അത് വേൾഡ് വൈഡ് ട്രെൻഡിങ് ആവും. വൈറൽ എന്നൊക്കെ വെച്ചാൽ തമിഴ്നാട്ടിൽ മാത്രം നടക്കുന്ന അഴിമതിക്കെതിരെ തമിഴ് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ട് അങ്ങ് കാശ്മീരിലുള്ളവർ പോലും കം ബാക്ക് ഇന്ത്യൻ ട്രെൻഡിങ് ആക്കും. 307 മില്യൺ പോസ്റ്റോ. ശങ്കരണ്ണന് സോഷ്യൽ മീഡിയയെ പറ്റി വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു. അപ്പോഴാണ് അവർ അറിയുന്നത് കിളവൻ താത്ത തായ്പയിൽ സ്ഥിരതാമസമാക്കി കള്ളവടി വെച്ചോണ്ടിരിക്കും. ഇത്രയും വർഷം കൊണ്ട് താത്ത പുതിയ മർമാണി പ്രയോഗങ്ങളൊക്കെ പഠിച്ചെടുത്ത പ്രയോഗങ്ങളിൽ ഒന്നാണ് സൂര്യമല്ലയുടെ പെൺമർമ്മത്തിലിട്ട് കൊട്ടുമ്പോൾ മല്ലയെ ഉടനെ പെണ്ണായിട്ട് മാറും. അപ്പോഴേക്കും താത്തയ്ക്ക് മൂട് കയറിയിട്ട് സൂര്യമല്ലയെ പ്ലക്കും. പ്ലക്കി കഴിഞ്ഞിട്ട് താത്ത ഏതോ ഭാഷയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങ് പോകും. ആ ഹാൻഡ് റൈറ്റിംഗ് കണ്ട CBI ബോബി സിംഹം പറയും, അയ്യോ ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഇന്ത്യൻ താത്തയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ലേ എന്ന്. എടാ, ഇന്ത്യൻ താത്ത ഇന്ത്യ വിട്ട് പോകുമ്പോ നീ 5ാം ക്ലാസ് പോലും പാസ്സായിട്ടുണ്ടാവില്ല, പിന്നെ എങ്ങനെയാടാ നീ ഇതൊക്കെ ഓർത്ത് വെക്കുന്നേ എന്റെ പൊന്നു വധൂരി. എന്നിട്ട് അവർ ഇന്ത്യൻ താത്തയെ പൂട്ടാൻ ഇറങ്ങും. അല്ല അതൊക്കെ പോട്ടെ, തായ്പായിൽ നടന്ന കൊലപാതകം കണ്ടുപിടിക്കാൻ തമിഴ്നാട്ടിലുള്ള നീ എന്തിനാടാ കുറ്റിയും പറിച്ചു പോണത്? അപ്പോഴാണ് താത്ത ഇന്ത്യയിൽ അങ്ങനെ ട്രെൻഡിംഗ് ആയ വിവരം അറിയുന്നത്. താത്ത ഉടനെ താത്തയുടെ ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് കമ്മിങ് സൂൺ എന്ന് ഒരു കമന്റ് ഇടും. അത് കണ്ടിട്ട് എല്ലാവരും തുള്ളിച്ചാടാൻ തുടങ്ങും. ഇത്രയും റീച്ചുള്ള ഇവർക്ക് എന്തായാലും ചറപറാന്ന് കമന്റ് വന്നോണ്ടിരിക്കും. കറക്റ്റ് ആയിട്ട് എങ്ങനെയുടെ ഇന്ത്യൻ താത്തയുടെ കമന്റ് ഇവங்க എടുത്തു നോക്കിയേ. അതും പോട്ട് ഇന്ത്യൻ എന്ന് കണ്ടപ്പോ ഉടനെ അവന്മാർ തീരുമാനിച്ച് അത് താത്തയുടെ അക്കൗണ്ട് തന്നെയാണെന്ന്. ഇങ്ങനെയും 4 മരവാഴകൾ. താത്തയ്ക്ക് നാട്ടിൽ നടക്കുന്ന അഴിമതികൾ കണ്ട് ചങ്ക് പൊട്ടിയിട്ട് അഴിമതിക്കെതിരെ പോരാടാൻ ഒരു കള്ള പാസ്പോർട്ട് അടിച്ച് നാട്ടിലേക്ക് വരും. ശേഷം ദശാവതാരം കളിച്ച് താത്ത ചെന്നൈയിൽ ലാൻഡ് ആവുമ്പോ നന്ദു പൊതുവാൾ വന്നിട്ട് താത്തയെ കൈയോടെ പൊക്കും. എന്നാൽ താത്ത ആരാ മുതല്? താത്ത നന്ദു പൊതുവാളിനെ കാറിലിട്ട് തൊണ്ടയ്ക്കൊരു കുത്തും കുത്തിയിട്ട് മുടിവെട്ടി ഫേഷ്യലും ചെയ്തിട്ട് അങ്ങ് പോവും. അല്ലെങ്കിലും മലയാള നടന്മാരെ കോമഡി പീസ് ആക്കുന്നതിൽ ശങ്കർ PhD എടുത്ത ആളാണ്. അപ്പോഴേക്കും ഈ 4 മരവാഴകൾ താത്തയുടെ FDFS ആഘോഷിക്കാൻ ഇറങ്ങും.
എന്നിട്ട് താത്ത ഒരു ലൈവ് വന്നിട്ട് പറയും, ഞാൻ നാടിനെ നന്നാക്കാൻ വേണ്ടി സ്വന്തം മകനെ കൊന്നവനാണ്, അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അഴിമതി കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ തട്ടിക്കളയാൻ. ഇത് പറഞ്ഞിട്ട് താത്ത അടുത്ത മർമാണി പ്രയോഗം ഉപയോഗിക്കും. ഈ അഴിമതിക്കാരന്റെ പാട്ടമർമ്മത്തിലിട്ട് കൊട്ടുമ്പോൾ അയാൾ നിർത്താതെ പാട്ടുപാടി മരിക്കും. എന്നിട്ട് താത്ത നേരെ ചെന്നിട്ട് സ്വർണ്ണ കക്കൂസുള്ള ഒരുത്തന്റെ കുതിര മർമ്മത്തിലിട്ട് കൊട്ടുമ്പോൾ അവൻ കുതിരയെ പോലെ ഓടിപ്പോയി ഒരു പാലത്തിന്റെ മണ്ടയിൽ നിന്നും ചാടിച്ചാവും. അസംബ്ലി പിരിച്ചുവിട്ടു. അങ്ങനെ ഈ 4 ഫിംഗേഴ്സ് അവർ അവരുടെ വീട്ടിലെ അഴിമതിയെല്ലാം വീഡിയോ ആക്കി പിടിച്ചിട്ട് അതെടുത്ത് വിജിലൻസിന് അയച്ചു കൊടുക്കും. ഇവൻ ഇവന്റെ മാമനെ പിടിപ്പിക്കും, ഇവളുടെ അമ്മയെ പിടിപ്പിക്കും, ഇവൻ ഇവന്റെ ചേട്ടനെ പിടിപ്പിക്കും, പിന്നെ സോഷ്യൽ മീഡിയ കുട്ടൻ സ്വന്തം തന്തയെ പിടിപ്പിക്കും. പിന്നെ ഇവന്റെ GF അവളുടെ ബ്രദറിനെ പിടിപ്പിക്കും. ബ്രദർ ആണെങ്കിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടർ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് യൂട്യൂബും കണ്ടു ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു പേങ്ങന. ചിക്കൻ ഫ്രൈ അപ്പൻഡീസുമായി വന്ന ഒരു പേഷ്യന്റിന്റെ മുതുകിൽ ഓപ്പറേഷൻ ചെയ്ത് വിടും. എടാ, അപ്പൻഡീസ് എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത നീ എങ്ങനെയാണ് ആദ്യം സയൻസ് പാസ്സായത്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാലോടാ ഇത്. ഈ സമയത്ത് അപ്പുറത്തെ സൈഡിൽ താത്ത സീറോ ഗ്രാവിറ്റിയിൽ നിന്നും ഒരുത്തന്റെ തുപ്പൽ മർമ്മത്തിൽ കുത്തിയിട്ട് ആ തുപ്പലിൽ എന്തൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് അങ്ങേര് തുപ്പല് നീരാക്കി ചാവും. ഇവർ 4 പേരും അവരുടെ അച്ഛനെയും അമ്മേനെയും വിജിലൻസിന് ഇട്ട് കൊടുത്ത് നാറ്റിച്ച സന്തോഷത്തിൽ താത്ത അവരെ തിയേറ്റർ വിസിറ്റ് നടത്താമെന്ന് പറയും. അങ്ങനെ താത്തയെ കാണാൻ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഈ 4 പേരും. സ്വന്തം തന്തയും തള്ളയും ജയിലിലായി നാറിയാലും എന്താ, താത്തയെ കാണാമല്ലോ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പോഴാണ് ചിത്ര പറവിന്ദൻ അറിയുന്നത് അവന്റെ അമ്മ അപമാനം താങ്ങാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു എന്ന്. എന്നിട്ട് ഇവർ എല്ലാരും കൂടി ചേർന്ന് വീണ്ടും ഒരു ഹാഷ്ടാഗ് ട്രെൻഡിങ്ങിൽ കയറ്റും, ഗോ ബാക്ക് ഇന്ത്യൻ എന്ന്. ഇട്ട് മിനിറ്റുകൾക്കകം അതും വൈറലാവും. ഇന്ത്യ മൊത്തം ഇരുന്ന് കാര്യം അറിയാതെ ഗോ ബാക്ക് ഇന്ത്യൻ എന്ന് ഹാഷ്ടാഗ് അടിച്ച് കളിക്കും. മനുഷ്യനായി കഴിഞ്ഞാൽ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത വേണോടാ. പാതിരാത്രി വിളിച്ചുണർത്തിയിട്ട് ആരാധകൻ നീക്കെന്താ കളിക്കുന്നതാ മൈരെ, കളിപ്പിള്ളയാടാ നിന്റെയൊക്കെ ആരാധന മൈര്. ചിത്ര അരവിന്ദൻ എന്ത് ഹാഷ്ടാഗ് ഇടുന്നോ ജനങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് പോലും അന്വേഷിക്കാതെ അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് അതിനെ ട്രെൻഡിങ് ആക്കും. നീയൊക്കെ കണ്ട വെളിവില്ലാത്ത കിളവന്റെ വാക്കും കേട്ടിട്ട് വീട്ടുകാരെ ഒറ്റിക്കൊടുത്ത് പോഴത്തരം കാണിച്ചതിന് അങ്ങേരെന്ത് പിഴച്ചടാ. അപ്പോഴേക്കും ബോബിക്കുട്ടൻ വന്ന് താത്തയെ തൂക്കാൻ നിൽക്കുമ്പോൾ താത്ത അവിടെ ധൂമച്ചാലി കളിച്ചോണ്ട് പോകും. എന്നിട്ട് താത്തയുടെ ഡ്യൂപ്പിന്റെ പോരാട്ടമാണ്. ചെവി കേട്ടൂടാ പോസ്റ്റേ. പോരാടി ഒരു ബൾബ് കടയിൽ അങ്ങേരി ചെന്ന് കയറും. എന്നിട്ട് അവിടുത്തെ എല്ലാവരുടെയും എക്സ്റേ എടുത്ത് മർമ്മം എവിടേക്ക് ഉണ്ടെന്ന് നോക്കും. അതിന്റെ കൂടെ താത്തയുടെ മൈദമാവ് ബോഡി ഫ്ലെക്സിംഗ്. ഇതാരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. എന്നിട്ട് എല്ലാവരുടെയും കുതിരമർമ്മത്തിൽ വീണ്ടും കുത്തിയിട്ട് അവരെ എല്ലാരെയും ഓടിച്ചു വിടും. അപ്പോഴേക്കും നാട്ടുകാർ എല്ലാരും കൂടി വളഞ്ഞ് നല്ല കാശ്മീരി ആപ്പിളും വിളഞ്ഞ മാങ്ങയൊക്കെ എടുത്ത് താത്തയ്ക്ക് നേരെ എറിയും. എന്നിട്ട് ബോബിക്കുട്ടന്റെ മർമ്മത്തിലിട്ട് ഒരു കൊട്ട് കൊടുക്കും. ആ കുട്ടിൽ നിന്നും രക്ഷിക്കാൻ ഡോക്ടറിനെ കൊണ്ടാവില്ല, അതിന് ഇന്ത്യൻ താത്ത തന്നെ വരണമെന്ന് പറഞ്ഞ് താത്തയുടെ വധശിക്ഷ അടുത്ത സീസണിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ട് കിളവൻ ബോബിക്കുട്ടനെ ആംബുലൻസിൽ ഇരുത്തിക്കൊണ്ട് പോവും. ആരും പേടിക്കണ്ട, ഇതിനൊരു 3rd പാർട്ട് ഉണ്ട്. അത് 2025 ഇറങ്ങുമെന്ന് കാണിച്ചെങ്കിലും 2026 ആയിട്ടും അതിന്റെ ഒരു വിവരവുമില്ല. എന്നെ രക്ഷിച്ചു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കൂ ബൈ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വലിച്ചു കീറണമെന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ കമന്റിൽ അറിയിച്ചാൽ വരും ദിവസങ്ങളിൽ നമ്മളത് വീഡിയോസ് ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.